എല്ലാവർക്കും ഇൻകം ടാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിന് മുമ്പത്തെ വീഡിയോക്കകത്ത് നമ്മൾ സെറ്റ് ഓഫ് ലോസസ് അതുപോലെ തന്നെ ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഏതാനും പ്രോബ്ലംസ് ആണ് നമ്മളിതിനകത്ത് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് നോക്കാം. മിസ്റ്റർ എ ഫർണിഷസ് ദ ഫോളോയിങ് പാർട്ടിക്കുലേഴ്സ്. കമ്പ്യൂട്ട് ഹിസ് ടോട്ടൽ ഇൻകം ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2021-22. മിസ്റ്റർ എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം നമ്മൾ 2021-22 കാണുകയാണ് വേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഡീറ്റെയിൽസ് ഉള്ളത് നമുക്ക് നോക്കാം. ടാക്സിബിൾ ഇൻകം ഫ്രം സാലറി. ഇൻകം ഫ്രം സാലറിയാണ് ആദ്യം തന്നിരിക്കുന്നത്. 2,40,000 ഉണ്ട്. പിന്നെ രണ്ടാമത് തന്നിരിക്കുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് 3 ഹൗസിൻ്റെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഹൗസ് എ പ്രോഫിറ്റാണ് 45,000. ദെൻ ഹൗസ് ബിനെ സംബന്ധിച്ചിടത്തോളം ലോസ് ആണെന്ന് തന്നിട്ടുണ്ട്. ലോസ് 30,000 ആണ് ലോസ്. അതാണ് നെഗറ്റീവ് ഫിഗറാണ്. ഹൗസ് സിയിലും എന്താണുള്ളത്? ലോസ് ആണുള്ളത്. ലോസ് 5,000 ഉണ്ട്. ദെൻ ബിസിനസ് ഇൻകം തന്നിട്ടുണ്ട് മൂന്നാമതായിട്ട്. അതിനകത്ത് ഇതുപോലെ പ്രോഫിറ്റ് ഫ്രം ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ് 1,50,000 തന്നിട്ടുണ്ട്. ദെൻ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ, ആ വർഷത്തെ ഈ പുതിയ വർഷത്തെ ഡിപ്രീസിയേഷൻ എമൗണ്ട് 5,000 തന്നിട്ടുണ്ട്. ദെൻ സ്പെക്കുലേഷൻ പ്രോഫിറ്റ് നമ്മൾ ബിസിനസ് ഇൻകം എന്ന് പറയുന്ന ഹെഡിനകത്ത് തന്നെയാണ് കാണിക്കുന്നതെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. ആ സ്പെക്കുലേഷൻ പ്രോഫിറ്റ് 6,000 തന്നിട്ടുണ്ട്. ദെൻ ക്യാപിറ്റൽ ഗെയിൻസ് ആണ് അടുത്ത ഹെഡ്, നാലാമത്തെ ഹെഡ്. ആ നാലാമത്തെ ഹെഡിൽ ഏതാനും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ഗെയിൻസിനകത്ത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് 14,000 ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 7,000 ഉണ്ട്. ദെൻ ഫോളോവിങ് ലോസസ് ഹാവ് ബീൻ ബ്രോഡ് ഫോർവേഡ് ഫ്രം ദ പ്രസീഡിങ് ഇയർ. കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഇതിന് മുമ്പത്തെ വർഷത്തിൽ നിന്നും ഏതാനും ലോസസ് ഇങ്ങോട്ടേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നിട്ടുണ്ട്, ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് 12,000 ഏതുമായിട്ടാണ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് മാത്രമേ അതിന് സെറ്റ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ബിസിനസ് ലോസ് ബിസിനസ് ഇൻകവുമായിട്ട് നമുക്ക് നേരിട്ടുള്ള ബിസിനസ് ഇൻകവുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. 8,000 ഉണ്ട്. ദ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നതാണെങ്കിൽ അതും നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകവുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അത് 12,000 ഉണ്ട്. ദെൻ പിന്നെ എന്താ തന്നിരിക്കുന്നത്? അത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നെ സൊല്യൂഷൻ ഇവിടെ തന്നിട്ടുണ്ട്. സൊല്യൂഷൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2021-22. ഇതിനകത്ത് ആദ്യത്തെ ഹെഡ് ഇൻകം ഫ്രം സാലറിയാണ്. ഇൻകം ഫ്രം സാലറി നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ഇൻകം ഫ്രം സാലറിയാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം അതിനെ എഴുതി, അല്ലെങ്കിൽ നമ്മൾ ഇൻകത്തിൻ്റെ ഓർഡർ അനുസരിച്ച് തന്നെ നമ്മൾ കൊടുക്കാം. ഇൻകം ഫ്രം സാലറി 2,40,000 തന്നിട്ടുണ്ട്. നമ്മൾ നേരിട്ട് ഇവിടെ കൊടുത്തു. ദെൻ അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും ലോസ് ക്യാരി ഫോർവേഡ് ചെയ്തോ മറ്റോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് നേരെ ഔട്ടർ കോളത്തിലേക്ക് നമ്മൾ എഴുതി. പിന്നെ നമുക്കുള്ളത് എന്താണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് നോക്കുക, 3 ഹൗസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹൗസ് പ്രോഫിറ്റ്, ബാക്കി 2 ലോസാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൗസ് എ 45,000 പ്രോഫിറ്റ് ഉണ്ട്. ഹൗസ് ബിയിൽ 30,000 ലോസ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് കൊടുത്തു. ദെൻ സി അതുപോലെ ലോസ് ആയതുകൊണ്ട് -5,000 കൊടുത്തു. അത് 3ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ നിലവിലുള്ള ഏതെങ്കിലും നമ്മുടെ ഹെഡിനകത്ത് തന്നെ ഒരു ഇൻകം ഉണ്ടെങ്കിൽ അതിനോട് നമ്മുടെ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൗസ് പ്രോപ്പർട്ടിക്ക് അത് സാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 2 വീടിൻ്റെയും നഷ്ടം നമ്മൾ എ എന്ന് പറയുന്ന വീടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇതുമായിട്ട് നമ്മളത് സെറ്റ് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇനി എത്ര ഇൻകം ഉണ്ടാവുള്ളൂ? 10,000 റുപ്പീസ് മാത്രമേ ഇൻകം ഉണ്ടാവുള്ളൂ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന്. ഇതിൻ്റെ പുറമെ ലാസ്റ്റിൽ കുറച്ച് ലോസസ് കഴിഞ്ഞ വർഷത്തേത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, 12,000 ആയിരുന്നു. അതും കൂടെ നമുക്ക് ഇതിൽ നിന്ന് ലെസ് ചെയ്യാം. ലെസ് ബ്രോഡ് ഫോർവേഡ് ലോസ് എത്രയുണ്ട്? 12,000 ഉണ്ട്. ഈ 12,000 നമുക്ക് 10,000 ഇൻകമായിട്ട് നമ്മുടെ കയ്യിലുള്ളൂ. അതിൽ നിന്ന് നമുക്ക് എത്ര പോകണം? 12,000 പോകണം. അപ്പോൾ നമുക്ക് വീണ്ടും ലോസ് ബാക്കിയുണ്ട്. 12,000 മുഴുവനായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ വഴിയില്ല. അതുകൊണ്ട് വീണ്ടും ലോസ് ഉണ്ട്. ആ ലോസിന് നമ്മൾ വീണ്ടും, അതായത് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ വീണ്ടും എവിടേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണേ? അടുത്ത വർഷത്തേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യണം. അപ്പം ഇവിടെ 2,000 നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ ഇൻകം ഫ്രം ബിസിനസ്സാണ് പിന്നീടുള്ളത്. ആ ഇൻകം ഫ്രം ബിസിനസ്സിനകത്ത് നമ്മൾ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ഫ്രം ബിസിനസ് എന്ന് പറഞ്ഞിട്ട് 1,50,000 തന്നിട്ടുണ്ട്. കറണ്ട് ഇയറിൽ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. നമ്മുടെ ഇൻകമാണ് 1,50,000. അതിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കറണ്ട് ഇയറിൽ ഇത് ലെസ് ചെയ്യാം. ആ ഡിപ്രീസിയേഷൻ 5,000 ലെസ് ചെയ്തു. അത് ലെസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 1,45,000.
പിന്നെ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ബിസിനസ് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ലാസ്റ്റിൽ ഇതാ ഇവിടെ ഫോളോവിങ് ലോസസ് ഹാവ് ബീൻ ക്യാരി ഫോർവേഡ് ബ്രോഡ് ഫോർവേഡ് ഫ്രം ദ പ്രൊസീഡിങ് ഇയർ. അതിൽ നമ്മൾ ക്യാപിറ്റൽ ലോസ് ഉണ്ട്, ബിസിനസ് ലോസ് ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. അത് നമ്മൾ നേരത്തെ 12,000 സെറ്റ് ഓഫ് ചെയ്തു. ഇനി ബിസിനസ് ലോസ് 8,000 ഉണ്ട്. അതുപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് 12,000 ഉണ്ടെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം അതിനകത്ത് നമ്മൾ പ്രോഫിറ്റ് ഫ്രം ബിസിനസ് 1,50,000 ആയിരുന്നു. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ നേരിട്ട് തന്നിരിക്കുന്ന കാര്യമാണ്. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് 1,50,000, ഡിപ്രീസിയേഷനും ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പ്രോഫിറ്റ്, സ്പെക്കുലേഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് അതും തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മളിവിടെ എടുത്തെഴുതാണ് ചെയ്തിരിക്കുന്നത്. ഇൻകം ഫ്രം ബിസിനസ് 1,50,000 ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രകാരം നമ്മൾ എടുത്ത് കാണിച്ചു. ലെസ് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ 5,000 ലെസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബാക്കിയുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,45,000 ആണ്. അതിൽ നിന്നും കഴിഞ്ഞ വർഷത്തെ ബ്രോഡ് ഫോർവേഡ് ലോസ് ഉണ്ട്, നമുക്ക് ബിസിനസ് ലോസ് ഉണ്ട് 8,000. അതിനെയും കൂടെ നമുക്ക് ലെസ് ചെയ്യണം. അതിന് 8,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്രയേ ഉള്ളൂ, 1,37,000 ഉള്ളൂ. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ഉണ്ടെന്നുള്ളത്. ആ സ്പെക്കുലേഷൻ പ്രോഫിറ്റ് 6,000 ആണ്. അത് പ്രോഫിറ്റ് തന്നെയാണല്ലോ. അപ്പോൾ 1,37,000 പ്ലസ് അല്ലേ, ഇത് പ്ലസ് 1,37,000 പ്ലസ് 6,000 എത്ര ഉണ്ടാവും, 1,43,000 ഉണ്ട്. അപ്പോൾ ഇൻകം ഒക്കെ നമുക്ക് ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് നമുക്ക് അവിടെ ജസ്റ്റ് കാണിച്ചു വെക്കാമെന്ന് മാത്രം. അപ്പോൾ 1,43,000 ഇൻകം ഉണ്ട്. പിന്നെ നമുക്ക് ഏതാ കാണാനുള്ളത്, ക്യാപിറ്റൽ ഗെയിനിൻ്റെ കാര്യമാണ് നമുക്ക് കാണാനുള്ളത്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അത് തന്നെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ആദ്യം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ തന്നിട്ടുണ്ട്, അത് 14,000 ഉണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് അത് 7,000 ഉണ്ട്. അപ്പോൾ ഇത്രയും 2 ഗെയിനുകളുണ്ട്. പക്ഷേ നമുക്ക് ഏത് തന്നിട്ടുണ്ട്, ലാസ്റ്റിലൊരു ലോങ് ടേം ക്യാപിറ്റൽ ലോസ് തന്നിട്ടുണ്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞ വർഷത്തെ. അതിനെ നമുക്ക് ഈ ഒരു പ്രോഫിറ്റുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ഏതുമായിട്ടേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, ലോങ് ടേം ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലോങ് ടേമും കൂടെ തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യുക. 7,000 ആണ് നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റ്. പക്ഷേ 12,000 ലോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. 7,000 റുപ്പീസോളെ പോവുള്ളൂ. ബാക്കി എത്ര ഉണ്ടായിരിക്കും, 12,000-ൽ 7,000 പോവുള്ളൂ. ബാക്കി 5,000 ഉണ്ടാവും. ആ 5,000 ഇവിടെ നമ്മൾ ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞാൽ കാണിക്കുക. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ക്യാരി ഫോർവേഡ് 5,000. ഇതിനി നമുക്ക് അടുത്ത വർഷം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഔട്ടർ കോളത്തിലേക്ക് നമുക്ക് എടുത്തെഴുതാം. 14,000 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നമ്മുടെ ഇൻകംസ് ഉള്ളൂ. ക്യാപിറ്റൽ ഗെയിൻ എന്ന് കുറച്ച് ഇൻകം ഉണ്ട്, ഇൻകം ഫ്രം ബിസിനസ്സിൽ നിന്നും ഉണ്ട്. ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ പിന്നെ ഏറ്റവും മേലെ സാലറി ഉണ്ട്. സാലറി ഇൻകം 2,40,000 ഉണ്ട്. ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻകം ഇല്ല. ബിസിനസ്സിൽ നമുക്ക് 1,43,000 ഉണ്ട്. ക്യാപിറ്റൽ ഗെയിനിലും ഇൻകം ഉണ്ട്. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല. അപ്പോൾ ഉള്ള 4 ഹെഡും നമുക്ക് കൂട്ടിയപ്പോൾ കിട്ടിയ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്, 3,97,000 ആണ്. ഇതാണ് നമ്മളുടെ ടോട്ടൽ ഇൻകം, എസ്എസ്സിയുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. മറ്റൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. മിസ്റ്റർ എ സബ്മിറ്റ്സ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് ഹിസ് ഇൻകം ഫോർ ദ പ്രീവിയസ് ഇയർ 2021. കമ്പ്യൂട്ട് ഹിസ് ടാക്സബിൾ ഇൻകം ആഫ്റ്റർ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ലോസസ്. സെറ്റ് ഓഫും അതുപോലെ തന്നെ ക്യാരി ഫോർവേഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ഇദ്ദേഹത്തിൻ്റെ ടാക്സബിൾ ഇൻകമാണ് നമ്മൾ കണ്ടെത്തി കൊടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നിട്ടുള്ളത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ 3 ഹൗസ് ഉണ്ട്. ഹൗസ് 1-ന് 7,000 പ്രോഫിറ്റ് തന്നെയാണ്. ഹൗസ് 2-ന് 4,500 പ്രോഫിറ്റ് ഉണ്ട്. ഹൗസ് 3-നെ സംബന്ധിച്ചിടത്തോളം 3,000 ലോസ് ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് രണ്ടാമതായിട്ട് തന്നിട്ടുള്ളത്, ആദ്യം ഹൗസ് പ്രോപ്പർട്ടിൻ്റെ കാര്യം പറഞ്ഞു. രണ്ടാമതായിട്ട് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് തന്നിട്ടുണ്ട്, അത് 16,000. പിന്നെ സ്പെക്കുലേറ്റീവ് ഇൻകം, അത് നമ്മുടെ ബിസിനസ് ഹെഡിനകത്ത് തന്നെ വരുന്നതാണെന്നുള്ളത് നമുക്കറിയാം, 10,000. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിനകത്താണ് ഇത് വരിക. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 6,000, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 32,000. ഇത് രണ്ടും ക്യാപിറ്റൽ ഗെയിനകത്തേക്ക് പോകും. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ ഫേം, ഒരു ഫേമിൽ നിന്നുമുള്ള പ്രോഫിറ്റിൻ്റെ ഷെയർ, അത് നമുക്ക് ടാക്സബിൾ അല്ല, എക്സംപ്റ്റഡ് ആണ്. ഇൻട്രസ്റ്റ് ഫ്രം എ ഫേം, ഒരു ഫേമിൽ നിന്നുള്ള ഇൻട്രസ്റ്റ്, അത് മീൻസ് പാർട്ണർഷിപ്പ് ഫേമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സാലറി റിസീവ്ഡ് ഫ്രം എ ഫേം, ഇതൊക്കെ നമ്മൾ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിനകത്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ രണ്ടും പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ
പ്രോഫിറ്റ്സ് ഓർ ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിനകത്താണ് ഈ രണ്ട് കാര്യങ്ങളും വരിക. അപ്പോൾ സാലറി റിസീവ്ഡ് ഫ്രം എ ഫേം, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഫ്രം എ ഫേം അതിനകത്തേക്ക് പോകും. ദെൻ പ്രോഫിറ്റ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ്, സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ് എല്ലാം ബിസിനസ് എന്ന് പറയുന്ന ഹെഡിനകത്ത് തന്നെയാണ് പോവുക. കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ നോട്ട് ചാർജ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ ഉണ്ട്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് 500 റുപ്പീസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ പുറമെ നമുക്ക് കുറച്ച് ബ്രോഡ് ഫോർവേഡ് ചെയ്ത കഴിഞ്ഞ വർഷത്തെ കുറച്ച് ലോസസ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളും കൂടെ എന്താണെന്നുള്ളത് നോക്കാം. ഇതിനകത്ത് ലോസ് ഫ്രം എ സ്പെസിഫൈഡ് ബിസിനസ്, സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്നുള്ള ലോസ് ഉണ്ട് അല്ലേ, അത് സ്പെസിഫൈഡ് ബിസിനസ് ഇൻകമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാവൂ, നമുക്കറിയാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഉണ്ട്, അതുമായിട്ട് നമുക്ക് അതിനെ സെറ്റ് ഓഫ് ചെയ്യാം. ദെൻ ലോസ് ഫ്രം ബിസിനസ് ഇൻകമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിൽ നിന്നുള്ള പ്രോഫിറ്റുമായിട്ട് നമുക്കതിനെ സെറ്റ് ഓഫ് ചെയ്യാം. സ്പെക്കുലേഷൻ ബിസിനസ് ലോസ്, അത് സ്പെക്കുലേഷൻ ഇൻകവും നമുക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു, അതുമായിട്ട് നമുക്കതിനെ സെറ്റ് ഓഫ് ചെയ്യാം. പിന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് 2016-17 അതിലുണ്ടായ ലോസാണ്. അപ്പോൾ അങ്ങനെ ഓരോ വർഷം അത് തീരാത്തതുകൊണ്ട് ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ 2020-21 ആയിട്ടുള്ളൂ, ഒരു 4-5 വർഷമായിട്ടുള്ളൂ. നമുക്കറിയാം 8 വർഷം ക്യാരി ഫോർവേഡ് ചെയ്യാം ഗെയിനുകൾ, അതുകൊണ്ട് നമുക്ക് വർഷം ഒരു ഇപ്പോൾ പ്രശ്നമേ അല്ല, ഒരു 4-5 വർഷമായിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഈ ഇതിനകത്ത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. 8 വർഷം ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അതുപോലെ 4 വർഷം ആകുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ വേണം. ഇപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് 8,000, ലോസ് 8,000 ഉണ്ട്, അത് നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ടോ അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ടോ ഏതുമായിട്ടും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് 15-16 അതും 8 വർഷത്തെ പീരീഡ് ഉണ്ട്. ഇത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് തന്നിട്ടുണ്ട്, അതുമായിട്ട് മാത്രം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകവുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാവൂ. ദെൻ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ, ഇത് നമ്മുടെ ബിസിനസ് ഇൻകത്തിനകത്ത് ഈ വർഷത്തെ ഡിപ്രീസിയേഷനൊക്കെ മൈനസ് ചെയ്ത് കഴിഞ്ഞതിനൊക്കെ ശേഷം ലാസ്റ്റിൽ നമുക്ക് പ്ലസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഓഫ് മിസ്റ്റർ എ. ആദ്യം ഇൻകം ഫ്രം സാലറി നമ്മൾ എടുക്കുന്നു. ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് തന്നിട്ടില്ല, അതുകൊണ്ട് നില്ല് കൊടുത്തു. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതിൽ ഹൗസ് 1-ന് 7,500, ഹൗസ് 2-ന് 4,500, ഹൗസ് 3-ക്ക് ലോസും അല്ലേ, -300 3,000 എന്നാണ് നമ്മൾ കൊടുക്കാനുള്ളത്. അത് മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നത് എന്താണ്, 9,000 റുപ്പീസാണ്. പിന്നെ നമുക്ക് ബാലൻസ് വരുന്നത് 9,000 റുപ്പീസ് ഉണ്ട്. പക്ഷേ നമുക്ക് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്ത ബ്രോഡ് ഫോർവേഡ് ചെയ്ത സംഭവമുണ്ട്, അതും 3,000 റുപ്പീസാണ്. അതും കൂടെ ഇതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തു, ആ ലോസും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് ബാക്കിയുള്ള ലോസ് ബാക്കിയുള്ള ഗെയിൻ എത്രയുണ്ട്, 6,000 ഉണ്ട്. കാരണം 9,000 ഉണ്ടായിരുന്നു, അത് 3,000 പോയാൽ 6,000. ദെൻ പിന്നെ നമുക്ക് വരുന്ന ഏതാണ്, ഇൻകം ഫ്രം ബിസിനസ്സാണ്. ഇൻകം ഫ്രം ബിസിനസ്സിനകത്ത് കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സ്പെസിഫൈഡ് ബിസിനസ് ഉണ്ട്, സ്പെസിഫൈഡ് ബിസിനസ് 20,000 ഉണ്ട്. അതിന് നമുക്ക് സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ ഒരു ലോസ് തന്നെ ഉണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് 22,000 ഉണ്ട്. അപ്പോൾ കൂടുതലാണ് ലോസ്. അപ്പം നമുക്ക് ആകെ 20,000 പോള്, ബാക്കി 2,000 ഉണ്ടായിരിക്കും. ആ 2,000-ന് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തു. ഇവിടെ കണ്ടല്ലോ, ലോസ് ക്യാരി ഫോർവേഡ് 2,000, അതായത് 20,000-ന്ന് 22,000 ലെസ് ചെയ്യാൻ പറ്റില്ല, 2,000 ബാക്കി വരും, അതാണ് ഇത്. ഞാൻ സ്പെക്കുലേഷൻ ഇൻകം ഉണ്ടായിരുന്നു 10,000, അപ്പം തന്നെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത ലോസും ഉണ്ടായിരുന്നു സ്പെക്കുലേഷൻ്റെ, 7,000 ആയിരുന്നു. അപ്പോൾ 10,000-ന്ന് 7,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉണ്ടാവുക, സ്പെക്കുലേഷൻ ഇൻകം തന്നെയാണ് കൂടുതൽ, അതുകൊണ്ട് ബാലൻസ് വരുന്നത് ഇൻകം തന്നെയായിരിക്കും. സ്പെക്കുലേഷൻ ഇൻകം 3,000 ഉണ്ടാകും. 10,000 7,000 മൈനസ് ചെയ്താൽ 3,000. ദെൻ പിന്നെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന വേറെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റിനകത്ത് 16,000 റുപ്പീസ്, അത് നമ്മൾ ഇവിടേക്ക് എടുത്തെഴുതി. ദെൻ നമ്മൾ ആദ്യം സ്പെക്കുലേഷൻ സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് തീർത്ത് വെച്ചു, എന്നിട്ട് ഉള്ള ഇൻകം നമ്മൾ കണ്ടെത്തി. പിന്നെ നമ്മൾ പ്രോഫിറ്റ് ഫ്രം ബിസിനസ് എടുത്തെഴുതി 16,000. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ ഫേമിൽ നിന്നുള്ളത് നമുക്ക് എക്സംപ്റ്റ് ആണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഇൻട്രസ്റ്റ് ഫ്രം ഫേമും സാലറി ഫ്രം ഫേമും, ഇൻട്രസ്റ്റ് എന്ന് കാണുമ്പം നമ്മളത് ഇൻകം ഫ്രം അതർ സോഴ്സിലേക്ക് പോകും, അതിൻ്റെ ആവശ്യമില്ല. ഇത് രണ്ടും പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് എന്ന് പറയുന്ന ആ ഒരു ഹെഡിനകത്താണ് വരുന്നത് എന്നുള്ളത് ആ ചാപ്റ്ററിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഫ്രം ഫേം ഈ ബിസിനസ് ഇൻകത്തിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇൻകമായിട്ട് എടുത്തെഴുതി. സാലറി ഫ്രം എ ഫേം ഇവിടെ എടുത്തെഴുതി. അങ്ങനെ നമ്മുടെ 60,000 പ്ലസ് 3,000 പ്ലസ് 15,000 ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 37,000 എന്ന് കിട്ടും.
ഇതിൽ നിന്നും നമുക്ക് എന്തൊക്കെ ലെസ് ചെയ്യാനുണ്ട്? കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? 500 റുപ്പീസ് എന്ന് പറഞ്ഞു. അത് നമ്മൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 36,500 എന്നിവിടെ കിട്ടും. അതിൽ നിന്നും നമുക്ക് പിന്നെന്ത് ലെസ് ചെയ്യാനുണ്ട്? ബിസിനസ് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്തതുണ്ട് 6,000, അത് നമുക്ക് ലെസ് ചെയ്യണം. അപ്പോൾ എത്ര വരും? 30,500 വരും. അതിൽ നിന്നും നമുക്ക് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യാനുണ്ട് 5,000. അതും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് ഇൻകം ആയിട്ട് നമുക്ക് എത്രയുണ്ടാവുക? 25,500 റുപ്പീസാണ് ഉണ്ടാവുക. ദെൻ അതിന് ശേഷം പിന്നെ നമുക്ക് ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത്. ക്യാപിറ്റൽ ഗെയിൻസിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് 32,000 തന്നിട്ടുണ്ടായിരുന്നു. ആ 32,000-ന് ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ലോസ് കഴിഞ്ഞ വർഷത്തെ ക്യാരി ഫോർവേഡ് ചെയ്തതുണ്ട്. അപ്പോൾ ലോങ് ടൈം ഗെയിനിൻ്റെ കൂടെ തന്നെ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. 3,000 സെറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ നമുക്ക് ബാക്കി എത്ര? ലോങ് ടേം 32,000 ഗെയിനാണ്, ലോസ് കുറവ് തന്നെയാണ്. അപ്പോൾ നമുക്ക് 32,000 3,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഗെയിൻ തന്നെ ഉണ്ടാവും. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 29,000 എന്ന് കിട്ടും. അതവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ക്വസ്റ്റ്യനിൽ തന്നിരുന്നു 6,000. മൊത്തം ക്യാപിറ്റൽ ഗെയിൻ, അപ്പോൾ നമ്മുടെ ലോങ് ടേമും ഷോർട്ട് ടേമും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 29,000 പ്ലസ് 6,000 35,000 എന്ന് കിട്ടും. ടോട്ടൽ ക്യാപിറ്റൽ ഗെയിൻ ആയി. ഇതിൽ നിന്ന് നമുക്കൊരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് ലോസും കൂടെ സെറ്റ് ഓഫ് ചെയ്യണ്ടായിരുന്നു. അത് രണ്ടും കൂടെ കൂട്ടിയെന്ന് ചെയ്താൽ മതി. ഇതിൽ നിന്ന് ഏതിന്ന് വേണമെങ്കിലും ചെയ്യാമെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് മുഴുവൻ കൂട്ടിയതിന് ശേഷം അതിൽ നിന്ന് ലെസ് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് 8,000 ലെസ് ചെയ്തു. ആ 8,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ 27,000 ആണ്. അപ്പോൾ നമുക്കങ്ങനെ ഏതാനും ഇൻകംസ് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ 27,000 ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബിസിനസ് ഇൻകം ഇവിടെ 25,500 ഉണ്ട്. ഇവിടെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം 6,000 ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയത് 6,000 പ്ലസ് 25,500 പ്ലസ് 27,000 ഈസ് ഈക്വൽ ടു നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 58,500 റുപ്പീസാണ്. ഇത്രയാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത്. ഇനിയും ടെക്സ്റ്റിൽ പ്രോബ്ലംസ് ഉണ്ടാവും, ചെയ്ത് നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിഡക്ഷൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഡിഡക്ഷൻസ് മുഴുവൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്ക് ടോട്ടൽ ഇൻകം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിഡക്ഷനെ കുറിച്ച് പറയുന്നതായിരിക്കും.